ഞാൻ പിടിക്കണോ? ഈ കവലയില് കഴിഞ്ഞ ആഴ്ച 9 എണ്ണം എന്നെ വളഞ്ഞു. എന്നിട്ട് ഞാൻ ചാടി അങ്ങ് വീണ്. ഇത് വീണ്ടും പോയി എടുത്തു പോയി എവിടെയെങ്കിലും ചൊരി എറിഞ്ഞു ഊര്. ഇത്തിരി പറഞ്ഞു തീർക്കട്ടെ. പിടിച്ചോണ്ട് ഞാൻ പിടിച്ചോളാം. 9 എണ്ണം എന്നെ അങ്ങ് വളഞ്ഞ് 8 എണ്ണത്തിന് എന്റെ ദേഹത്ത് വിടാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇച്ചിരി മടിയുള്ളതാണ് ഇങ്ങനെ കൂടുതലിട്ട് നടത്തിക്കല്ലേ. എവിടെയെങ്കിലും ഒരിടത്ത് നിന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. എടാ എന്നെ 9 പേര് വളഞ്ഞ് അത് ഞാൻ കേട്ട് 8 എണ്ണത്തിന് എന്നെ തൊടാൻ പറ്റിയില്ല, അറിയാമോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, 9 പേര് വളഞ്ഞെന്നല്ലേ നീ ആദ്യം പറഞ്ഞത്? അപ്പൊ പിന്നെ ആയിലുള്ള ഒരാളോടെ പോയി ഒരുത്തന്നെ അടിക്കാൻ ആദ്യമേ ഞാൻ ബോധം പോയില്ലടാ. എന്റെ ഇതാണ് പറഞ്ഞ ശരി. എടുത്തോണ്ട് പോടാ നീ കണ്ടു മുമ്പാ. നിനക്കെന്താ കൊച്ചുപിള്ളയുടെ വിഷയം നീ ചോദിക്കാൻ വന്നത്? വേറെ ആരെങ്കിലും ഞാൻ ചോദിക്കത്തില്ലായിരുന്നു, പക്ഷെ നിന്റെ അടുത്ത് ഞാൻ ചോദിക്കും. അതെന്താ കാര്യം? നീ കാരണം ഉണ്ടായ ആളാണ് ഞാൻ, മനസ്സിലായോ? നിങ്ങളെ കേൾക്കണം. ഇവിടത്തെ കവലയില് അപ്പുറത്തെ ജംഗ്ഷനിലെ പയ്യന്മാരെ തമ്മിൽ അടി കടന്നു. ഞാനും ഈ കുഴിയും മടിയും ഇവനും കൂടെ അടി കണ്ടോണ്ടിരിക്കായിരുന്നു. വൈകുന്നേരം പോലീസ് വന്ന് ചോദിച്ച് ആരുടെ പ്രശ്നം ഉണ്ടാക്കിയത്? ഇവ എന്റെ വീട് വന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഞാൻ ചോദിച്ചേടാ എന്തിനാണ് നീ എന്റെ വീട് കാണിച്ചു കൊടുത്തത്? അപ്പുറത്തെ ജംഗ്ഷൻ വരെ നടന്നു പോകാൻ മടി, അതുകൊണ്ട് എന്റെ വീട് കാണിച്ചു കൊടുത്ത്. അങ്ങനെ ഞാൻ നീ എന്തിനാടാ ഈ ചുണയെന്നാണ് കെട്ടിങ്ങനെ ജീവിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാബോധം ഉണ്ടാടാ? അത് പറയല്ലേ. ഇത്രയും നേരം ഞാൻ ക്ഷമിച്ച്. എടാ നിനക്ക് ത്യാഗരായനെ അറിയാടാ? സ്റ്റണ്ട് മാസ്റ്റർ അറിയാ? പുള്ളിയുടെ കൂട്ടത്തിൽ ഞാൻ സിനിമയിൽ സ്റ്റണ്ട് അഭിനയിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പോയി എന്റെ അമ്മയാണ്, നീ വിശ്വസിക്ക്. പോയി ത്യാഗരായ സാർ എന്റെ അടുത്ത് പറഞ്ഞു 3 കരണം പറഞ്ഞ് ഡൈവ് അടിച്ച് ചെന്നിട്ട് നായകനെ ചവിട്ടായി. ഈ കുഴിമടിയനെ നിന്റെ അടുത്ത്? അതെ. നീ ചവിട്ടിയ? ഞാൻ പറഞ്ഞു പോവൂ എന്ന് പറഞ്ഞു. ത്യാഗരാജന്റെ കവിളില് പോടാ അവിടുന്ന്. സത്യാറ്റും. അപ്പൊ ത്യാഗരാജൻ ഒന്നും ചെയ്തില്ലേ? ഇത് കണ്ട എടാ പൊക്കിള് ഇതെങ്ങനെ ഇവിടെ വന്നു? ഒറ്റ ചവിട്ട്. ഫ്രണ്ട് ഇരുന്ന പൊക്കിള് ബാക്കിൽ വന്നു. കഴിഞ്ഞ ആഴ്ച എന്നെ പട്ടി അടിച്ചപ്പോഴേ മുതുകിലല്ലേ ഇഞ്ചക്ഷൻ എടുത്തത്? പൊക്കിള് ബാക്കിലല്ല. സംസാരിക്കരുത്. നീ പോരാ. എന്റെ ചെറുക്കനെ അടിച്ചതിന് എനിക്ക് പ്രതികാരം ചോദിക്കണം. ഞാൻ ഉള്ള അത്യുവച്ചുള്ള കളിയാണ്. നടത്തിക്കല്ലേ അങ്ങനെ കയ്യാൻ കളിക്കാണ് കാര്യം. എനിക്ക് ഒരു കാര്യം ചെയ്യണം. ഇത് ചെറിയൊരു ബാധ്യതയാവുന്നു. ഇത് ഞാൻ പോകുമ്പോ തന്നാ മതിയെ. സൂക്ഷിച്ചു വെച്ചേക്കണം. പിന്നെ നിധിയല്ലേ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി. സിന്ധു മറ്റേ കത്തിയെടുത്തോണ്ട് പാടി. എങ്കിൽ പിന്നെ ഇന്ന് 2-1. എങ്ങനെ? എന്തിനാ മുതു ഭയങ്കര ചൊറിച്ചില്. ആ ചൊറിയാനല്ലേ കത്തിയെടുത്തോണ്ട് ഞാൻ പറഞ്ഞേ? നിനക്കെന്താണ് പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? നീ ഇവനെ പറഞ്ഞു വെറുതെ. എന്റെ പിഞ്ചേട്ട എന്താ പ്രശ്നം? കുറെ നേരം ഇവിടെ കിടന്ന് ഒച്ചപ്പാടും വേളും. സ്കൂളിൽ വെച്ച് നിങ്ങളെ മോൻ എന്റെ മോനെ ഒന്ന് തല്ലി. അപ്പൊ എനിക്കതൊന്നും ചോദിക്കണ്ടേ? അതാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല. ഇത് നിങ്ങൾ ആണുങ്ങൾ അമ്മ പറഞ്ഞ പോലെ എനിക്ക് അടുക്കള പണിയുണ്ട്. അടുക്കള പണി നിനക്കെന്താ കൊച്ചു പിള്ളേരെ കാര്യമല്ല. നീ പോടാ. നിന്റെ കൊണ്ട് നീ പോയിട്ടാ ഞാൻ ഇനി വരത്തുള്ളൂ. എന്താ എങ്ങനെ? നീ പോയിട്ടാ ഞാൻ ഇനി കയറുള്ളൂ. നിന്നെ പിടിക്കാൻ പറ്റില്ല. ഇനി നിന്റെ എവിടാ താക്കൂത്തി?